പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന്? ഓ, അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു, അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ. ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാണ് വരുന്നത്? നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത്. പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ, അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ക്രെഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെന്നിട്ടുണ്ടാവുക. നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ. ക്ഷണം ചെല്ലുന്നത് അവസാനമാണല്ലോ. ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ. നമ്മളിപ്പോൾ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളല്ല അതിൽ ക്ഷണിക്കുന്നത്, നല്ല തീരുമാനിക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ ഒരു ശങ്കയിൽ നിൽക്കുന്നതെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. നമ്മൾ അഭിപ്രായപ്പെടുന്നു, അവിടുന്ന് തീരുമാനമെടുക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു. ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക. ഇതാണ് അതിൻ്റെ നടപടിക്രമം. അതാണ് നടന്നിട്ടുള്ളത്. അല്ല, അത് ചിലപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. വാർഷികാഘോഷത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിൻ്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തു നിന്നതാണ്. കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ്. അല്ലെങ്കിൽ നേരത്തെ നടക്കുകയായിരുന്നു. ഈ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അത് വരില്ലായിരുന്നു. പക്ഷേ വാർഷികാഘോഷത്തിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു. അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളത് കൊണ്ടാണ്. ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളേതായാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ആ പരിപാടി. ഇനിയും അദ്ദേഹത്തിന് മനസ്സ് മാറ്റി ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ആ പേരുണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച ലിസ്റ്റിൽ ജനപ്രതിനിധികളുടെ ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം അവിടുന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ച അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചതെന്ന ലിസ്റ്റിൽ അത്തരം ചില പേരുകൾ കൂടിയുണ്ട്. ആ പേര് സ്വാഭാവികമായും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുക. അതാണ് നടക്കുന്നത്. ഞങ്ങളിവിടെ LDF കൺവീനർ TP രാമകൃഷ്ണയോ CPIM സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയോ CPI സെക്രട്ടറി ബിനോയ് വിശ്വത്തെയോ ഒന്നും ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുമില്ല. അത് സാധാരണ നിലക്ക് ഞങ്ങൾ ചെയ്യാറില്ല. ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ പേരാണ് ഞങ്ങൾ കൊടുത്തത്. പ്രതിപക്ഷ നേതാവിൻ്റെ പേര് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞതാണ്. എന്താ സംശയം അതിന്? ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങളുണ്ടായിരുന്നു. ആ തർക്കങ്ങൾ പിന്നെയും ഉയർത്തിക്കൊണ്ടല്ല ഞങ്ങൾ പോയത്. കാരണം നാടിൻ്റെ താല്പര്യമാണ് പിന്നെ പ്രശ്നമായിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു. ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പദ്ധതി മുടങ്ങിപ്പോകുന്ന സ്ഥിതി വരും. അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നതിന് തന്നെയാണ് ഗവൺമെൻറ് പ്രാമുഖ്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവർക്കും മനസ്സിലായി, നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല. അതാ നിങ്ങളെ പ്രശ്നം. അല്ല, അത് അദ്ദേഹത്തിന് ആഗ്രഹമില്ലേ? പല ആഗ്രഹങ്ങളുണ്ടാകും. അതിന് തന്നെ ഞാനിപ്പോൾ പ്രതികരിക്കുന്നു.